ഇടവിടാതെന്നും വചനം ശ്രവിക്കാം. ആമേൻ, ആമേൻ. യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പൈതലെ, 1 കൊറിന്തോസ് 9:24, മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നുണ്ടെങ്കിലും സമ്മാനം നേടുന്നത് ഒരുവൻ മാത്രമാണ് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഒരുപാട് പേര് കൂട്ടയോട്ടം ഓടുന്നു, ഒടുവിൽ ഒരാൾക്ക് സമ്മാനം കിട്ടുന്നു. പൗലോസ്ലീഹ പറയുകയാണ്, ആകയാൽ സമ്മാനം ലഭിക്കേണ്ടതിനായി ലക്ഷ്യത്തോടെ ഓടുവിൻ. നമ്മൾ ചെയ്യുന്ന പല ശുശ്രൂഷകളും ഒരു കൂട്ടയോട്ടമാണ്. അത് മധ്യസ്ഥ പ്രാർത്ഥനയാവാം, സുവിശേഷത്തിലുള്ള പങ്കാവാം, യഥാർത്ഥ ശുശ്രൂഷയാവാം, ജീവകാരുണ്യ പ്രവർത്തനമാകാം, നന്മ ചെയ്ത്താകാം. എല്ലാം ഒരു കൂട്ടയോട്ടമാണ്. ആരോ ഓടുന്നു, ഞാനും ഓടുന്നു. സമ്മാനം ലഭിക്കണമെന്ന നിഷ്ഠയോടെ, ദൈവ തിരുസന്നിധിയിൽ സമ്മാന അർഹനാകാനുള്ള കൊതിയോടെ, സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടല്ല, ദൈവം എനിക്ക് സമ്മാനം തരാൻ തക്ക വിധമുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തനം, ദൈവത്തിൻ്റെ മുമ്പിൽ സമ്മാനം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ആത്മസമർപ്പണം. മധ്യസ്ഥ പ്രാർത്ഥനയെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന. എല്ലാവരുടെയും കൂടെ ആങ്ങി തൂങ്ങിയല്ല ഞാൻ ചെയ്യുന്നത്, സമ്മാനം എനിക്ക് കിട്ടത്തക്ക വിധത്തിൽ ഉള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥന. ആകയാൽ സമ്മാനം കിട്ടേണ്ടതിനായി നീ ഓടിക്കൊള്ളുവിൻ. ആമേൻ, ആമേൻ, ആമേൻ.